പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഉടനടി വാർത്ത എത്തിയിരിക്കുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരുടെ എല്ലാവരുടെയും എടുക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും നമ്മൾ ചർച്ച ചെയ്തിട്ടുമില്ല കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മന്ത്രിയുടെ മാതൃകാ പ്രവർത്തനം അതൊന്ന് ചർച്ച ചെയ്യണമെന്ന് ഓർത്തു. നമ്മൾ പ്രേക്ഷകരുമായിട്ടൊന്ന് അതേപ്പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം, വളരെ കാലം നമ്മുടെ കേരളത്തിലെ UDF സർക്കാരിൽ മന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട കെ മുരളീധരൻ സാറ്. കെ കരുണാകരൻ്റെ മകനാണ് അദ്ദേഹം. എല്ലാ രംഗത്തും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച നേതാവാണ്. KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ വന്ന മന്ത്രി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. കാരണം എന്താ പറയുക, നമുക്ക് കേരളത്തിൽ അതായത് രാഷ്ട്രീയത്തിനതീതമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണ്. ഞാൻ ഓർക്കുകയാണ്, കാരണം ഈ മന്ത്രിസഭ അധികാരത്തിൽ കയറിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ നിലപാടുകൾ, നമുക്കറിയാം മന്ത്രിസഭയിൽ നിരവധി മന്ത്രിമാരുണ്ട്, നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ട്. പക്ഷേ ആ വകുപ്പുകളിൽ ഒരു മികച്ച പ്രവർത്തനം ആ തുടക്കം മുതലേ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തിരുവനന്തപുരത്തൊരു മെഡിക്കൽ കോളേജ് പുതിയതായിട്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തി. വിവിധ പദ്ധതികൾ, നമുക്ക് അർച്ചന എന്ന് പറഞ്ഞ, അതായത് കോഴിക്കോട് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിയമ പോരാട്ടം നടത്തിയ അർച്ചന എന്ന കത്രിക വയറ്റിൽ വെച്ച് ഓപ്പറേഷൻ ശേഷമുണ്ടായ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവർ പെട്ടെന്ന് അതിനെ മുഖ്യമന്ത്രിയെ കണ്ടു. അതിന് മുമ്പായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു. ആരോഗ്യവകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു. അതിനൊരു തീരുമാനം. പിറ്റേ ദിവസം തന്നെ ജോലിയിലേക്ക് അവർ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണ് കെ മുരളീധരൻ. അദ്ദേഹം ആരോഗ്യവകുപ്പ്, ദേവസ്വം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നു, പല കാര്യങ്ങളും നല്ല രീതിയിൽ ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇപ്പം തന്നെ പുതിയൊരു തീരുമാനം, ഇന്നലെ 50 പേരടങ്ങുന്ന ടീമായിക്കൊണ്ട് ഓരോ പ്രദേശത്തും ഫുഡ് സേഫ്റ്റിയുടെ പ്രവർത്തനം ശക്തമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം ഇന്ന് വിവിധ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുക. കാരണം ഈ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം കർശനമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ